അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുന്ന മദീന, റൗള ഷരീഫ് എല്ലാം കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു ഉംറയെങ്കിലും ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങൾ എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലങ്ങളാണ്. എത്ര കണ്ടാലും മതി വരാത്ത പരിശുദ്ധ മക്കയും മദീനയും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതുവരെ കാണാത്ത ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്തിപ്പെടാനായിരിക്കും അവരാഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം കണ്ടവർ അത് വീണ്ടും വീണ്ടും കാണാനും അവിടെ പോവാനും നമ്മൾ ആഗ്രഹിക്കുന്ന ഇബാദത്തുകളെല്ലാം ചെയ്യാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും മക്കയും മദീനയും കാണണ്ടേ? അതിന് സഹായിക്കുന്ന വളരെയധികം ശക്തിയുള്ള നമ്മുടെ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഈ രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചു സ്വഹാബത്തെ. ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം ഈ സൂറത്ത് ഓതലാണ് എന്ന് നബി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞിട്ടുണ്ട്. കടമുള്ളവരുടെ എല്ലാ കടങ്ങളും വീടാനും, ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും, ഭാഗ്യങ്ങൾ കൈവരാനും, രോഗങ്ങൾ മാറിക്കിട്ടാനും, വീട് പണി പെട്ടെന്ന് തീർന്നു കിട്ടാനും, ഈ രീതിയിൽ ദുനിയാവിലെ എല്ലാ ഹൈറും ബർക്കത്തും അള്ളാഹു ഈ സൂറത്ത് പതിവാക്കുന്നവന് നൽകുന്നതാണ്. മദീനയിൽ വെച്ചാണ് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് വിജയങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന ഈ സൂറത്ത് അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇഷ്ടവും പൊരുത്തവും ലഭിക്കാനും കാരണമാകും. ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ 48-ാം അധ്യായമായ സൂറത്തുൽ ഫതഹ്. 29 ആയത്തുകൾ മാത്രം അടങ്ങുന്ന വളരെ എളുപ്പം ഓതി തീർക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവർ ഈ സൂറത്തിനെ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു തരാം. ആദ്യം വുളൂ ചെയ്തതിന് ശേഷം കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് പൂർണ്ണമായും ഔറത്ത് മറച്ച് മറ്റു സംസാരങ്ങളെല്ലാം ഒഴിവാക്കിയ ശേഷം ഈ സൂറത്ത് ഓതുക. നല്ല മനസ്സോടെ നിയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സൂറത്ത് ഓതാൻ തുടങ്ങുക. ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ച് ഖുർആൻ ഓതിയാൽ ഫലം പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെ 21 ദിവസം ഫതഹ് സൂറത്ത് പതിവായി ഓതുക. എനിക്ക് ഈ വർഷം തന്നെ ഹജ്ജ് ചെയ്യണം, ഈ വർഷം തന്നെ മക്കത്ത് പോവണം, മദീനയിൽ എത്തണം, റൗള ഷരീഫ് സന്ദർശിക്കണം എന്നെല്ലാം മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ഈ ഒരു നിയ്യത്ത് ഓതുമ്പോൾ മനസ്സിൽ കരുതുക. ഇങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്യുക. എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഈ വർഷം തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉംറ ചെയ്യാനും മക്കത്ത് പോകാനും റൗള ഷരീഫ് കാണാനും എല്ലാം വിധിയുണ്ടാവട്ടെ. ഈ സൂറത്ത് ഓതിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ഉത്തരം തരട്ടെ. അസ്സലാമു അലൈക്കും.